പബ്ലിക് എക്സാമിന്റെ സ്ഥിരം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആണ് എസ് എൻ സമം 5n² + 2n. പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 4 മാർക്ക് ഉറപ്പാണ്. ഇവിടെ നമുക്ക് സം ഓഫ് n ടേം ആണ് തന്നേക്കണേ. എസ് എൻ തന്നിട്ടുണ്ട്, 5n² + 2n തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫോർമുല അപ്ലൈ ചെയ്യാം. എസ് എൻ സമം നമുക്ക് an² + bn ആണ് ഇതിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത്. an² + bn നന്നായി പഠിച്ചു വയ്ക്കണം കേട്ടോ. അപ്പൊ അവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2a ആണ്. എസ് എൻ സമയം എന്താ മക്കളെ ഫോർമുല? an² + bn. അങ്ങനെയാണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കാം? 2 × a ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം ഏത് നമ്പർ തന്നാലും ഇപ്പോൾ 1 2 3 ഒരു നമ്പർ തരുവാണ്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നതും അതിന്റെ സം എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പൊ ഈ എന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ S1 കിട്ടും. ആ S1 ആണ് നമ്മുടെ ഫസ്റ്റ് ടേം. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഓർത്ത് വെക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കണം. ഈ കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാം അല്ലേ? അപ്പോൾ സീക്വൻസ് എഴുതാം. അപ്പോൾ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? D = 2a. 2 × ഈ n² കോയഫിഷ്യന്റ്. ആദ്യം കിടക്കണമെന്ന് ഒരിക്കലും കരുതരുത്, n² കോയഫിഷ്യന്റ്. അപ്പോൾ അത് 2 × a. അപ്പൊ n-ന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേമും ആയി. ഇപ്പൊ ഇവിടെ നോക്കാം, നമ്മൾ ഈ ക്വസ്റ്റിനകത്തേക്ക് നോക്കാം. ആദ്യമേ ഫസ്റ്റ് വൺ ഏത് കണ്ടുപിടിക്കണം? ഡി കണ്ടുപിടിക്കണം അല്ലെ? ഡി എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2a ആണ്. ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് n². ആദ്യം കിടക്കുന്ന ടേം എന്ന് ഒരിക്കലും കരുതരുത് കേട്ടോ. n²ന്റെ കൂടെ ആരാണോ കിടക്കുന്നത് അതാണ് a. അപ്പൊ a എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ 5 വന്നു. എയുടെ വാല്യൂ 5 ആയി. അപ്പൊ കോമൺ ഡിഫറൻസ് ഓൾറെഡി ഡി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 2a. അപ്പൊ 2 × ഏത് വരും? 5 വരും. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 വരും. 2-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി കിട്ടും. ഇനി ഈ n-ന് 1 കൊടുക്കുക, S1 കൊടുക്കുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ടൈം. കാരണം സം ഓഫ് ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന തുകയാണ്, അതിന്റെ തുകയും 1 തന്നെ ആയിരിക്കും. അത് മാറ്റമില്ല. അപ്പൊ ഇവിടെ നമുക്ക് n-ന് 1 കൊടുക്കുക. ഈ ക്വസ്റ്റിനകത്ത് 5 × n-ന് 1 കൊടുക്കുമ്പോൾ 1² വരും. പ്ലസ് ഈ 2 × n-ന് 1 കൊടുക്കുമ്പോൾ 2 × 1 വരും. 1² എന്ന് പറഞ്ഞാൽ 5 × 1² എന്ന് പറഞ്ഞാൽ 1 അല്ലേ? അപ്പൊ 5 × 1 വരും. ഓൾറെഡി 2 × 1 അത് അങ്ങനെ തന്നെ എഴുതി. അപ്പൊ 5 + 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 7 ആയി. ഫസ്റ്റ് ടേമും അറിയാം, കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാൻ പാടില്ലേ? അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ഓർത്ത് വെക്കേണ്ടത്, എ മാറിപ്പോരുത്, n² കോഎഫിഷ്യന്റ്. അപ്പൊ n² കൂടെ ആരാണോ കിടക്കുന്നത് അതിനെ ആയിരിക്കും നമ്മൾ എ എന്ന് എഴുതാവുന്നത്. ഓക്കെ. ഇനി n-ന് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതാണ്? ഫസ്റ്റ് ടേം. ഇനി നമുക്ക് എന്താ എഴുതാം? കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും വെച്ച് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എഴുതണം. ബാക്കി പിന്നെ നമുക്ക് സാധാ സിമ്പിൾ നമ്മൾ ചെയ്യുന്ന അതേ മെത്തേഡ് തന്നെ അപ്ലൈ ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ടേം നമുക്ക് 7 കിട്ടിക്കഴിഞ്ഞു, കോമൺ ഡിഫറൻസ് ഡി 10 കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് വെച്ച് നമുക്ക് സീക്വൻസ് എഴുതാലോ. അപ്പോൾ ഫസ്റ്റ് ടൈം 7 ആയി. ഈ 7-നോട് 10 കൂട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 17 ആയി. അതായത് ഫസ്റ്റ് ടൈമിനോടുകൂടി കോമൺ ഡിഫറൻസ് കൂട്ടി പോകുന്നതാണ് നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം എഫ്, ഇതിനോട് നമ്മൾ 10 കൂട്ടിക്കഴിഞ്ഞപ്പോൾ 17. 17-നോട് വീണ്ടും നമ്മൾ ഈ 10 കൂട്ടണം. അപ്പൊ 27. 27-നോട് വീണ്ടും 10 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 37. അങ്ങനെ സീക്വൻസ് നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മുടെ സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? AP എഴുതാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചേക്കണം. അതൊന്നുകൂടി എടുത്ത് എഴുതാം. 7, 17, 27, 37 എക്സെട്ര. അതായത് 10 ഫസ്റ്റ് ടേമിനോടുകൂടി കോമൺ ഡിഫറൻസ് കൂട്ടി എഴുതിയ നമ്മുടെ സീക്വൻസ് ആയി. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതാണ്. xn സമം നമ്മുടെ ഫോർമുല തന്നെ മക്കളെ dn + f - d ആണ് നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ. ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല xn = dn + f - d ആണ്. അപ്പൊ ഡി ഓൾറെഡി നമുക്കറിയാം, 10 നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ എഴുതി. ഇനി എന്ത് കണ്ടുപിടിക്കണം? f - d കണ്ടുപിടിക്കണം. f - d. f - d എന്ന് പറഞ്ഞാൽ എന്താ? ഫസ്റ്റ് ടേം നമുക്ക് 7 മൈനസ് കോമൺ ഡിഫറൻസ് 10. അപ്പൊ 7 - 10. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 - 10 എന്ന് പറഞ്ഞാൽ -3 വരും. ഇനി ഇത് ഏത് ചെയ്യണം? നമ്മുടെ ഈ ഇക്വേഷനിലേക്ക് കൊടുക്കണം. Therefore xn സമം d എന്ന് പറഞ്ഞാൽ 10. ഈ ഡിയുടെ സ്ഥാനത്ത് 10 കൊടുത്തു. n അങ്ങനെ തന്നെ എഴുതുക. n അങ്ങനെ തന്നെ എഴുതി. ഇനി f - d എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയേക്കണം -3 എഴുതി. അപ്പൊ നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ 10n - 3 ആയി. ഇനി നമ്മളോട് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ചോദിക്കുകയാണ് 30 ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ
ഈ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ 30 കൊടുത്താൽ മതി. അപ്പം 10 ഇൻറ്റു 30 മൈനസ് 3 എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം 10നെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതെല്ലാം തെറ്റിക്കുന്നതാണ്. 300 മൈനസ് 3 നമ്മൾ എഴുതാമുള്ളൂ. ആൻസർ ഈസ് 297 വരും. 297 ആയിരിക്കും നമ്മുടെ X30 ചോദിച്ചേക്കണം. പക്ഷെ ഇവിടെ നമ്മളോട് ചോദിച്ചേക്കണേ എന്താണ്? സം ഓഫ് 30 ടേംസ് ചോദിച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ S30 കണ്ടുപിടിക്കണം. അത് നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. SN അല്ലേ ഓൾറെഡി നമുക്ക് തന്നേക്കണേ. നമ്മുടെ SN എന്ന് പറയുന്നത് എന്താണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. SN എന്ന് പറഞ്ഞാൽ എന്താ? 5n² പ്ലസ് 2n ആണ് നമ്മുടെ SN എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ആരെ കൊടുത്താൽ മതി? 30 കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ആൻസർ 5 ഇൻറ്റു S30 വരുമ്പോൾ 5 ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് ഏത് കൊടുക്കണം? 30 കൊടുക്കണം. അപ്പൊ 13² പ്ലസ് 2 ഇൻറ്റു എന്നിന്റെ സ്ഥാനത്ത് 13 കൊടുത്തു. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളണം, എപ്പോഴും നമ്മൾ 30² എന്ന് പറഞ്ഞാൽ 900 വരും. അപ്പൊ 5 ഇൻറ്റു 900 പ്ലസ് 2 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 60 വരും, 60 വരും. ഇനി ഇതിന് നമ്മൾ പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ 9×5 45, ഈ 2 0 നമ്മൾ ചേർത്തു, പ്ലസ് ഇത് 60 അങ്ങനെ തന്നെ എഴുതി. ഇനി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 4560 ആയിരിക്കും നമ്മുടെ സം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഏത് ക്വസ്റ്റ്യൻ കണ്ടാലും നമ്മൾ വാല്യൂ കൊടുക്കുക. ഇതിനകത്ത് വേറെ എക്സാമ്പിളോടെ നമുക്ക് ചെയ്യാം. ഏത് വാല്യൂ എന്നാലും ഇതേ ഒരു സ്റ്റെപ്പ് 2-3 പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് കൊടുക്കുക. L2-നകത്ത് നമ്മൾ എക്സസൈസിനകത്ത് കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ ബേസിക് ലെവൽ 1 പഠിച്ചതിന് ശേഷം മാത്രമേ ലെവൽ 2ലേക്ക് നിങ്ങൾ പോകാമുള്ളൂ കേട്ടോ.